ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. നമസ്കാരം. വിഷ്ണുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷ്ണുമായ സ്വാമിയുടെ കഥയാണ്. ശ്രീ പരമേശ്വരപുത്രന്റെ മകനാണ് വിഷ്ണുമായ അല്ലെങ്കിൽ ചാത്തൻ സ്വാമി. ഭൂലോകത്ത് നന്മകൾ ഉണ്ടാകാനും മനുഷ്യർക്ക് വിളിച്ചാൽ ഉടൻ സങ്കട നിവർത്തി ഉണ്ടാക്കാനും വേണ്ടി മനുഷ്യനാൽ അവതരിച്ച സത്യധർമ്മമൂർത്തിയാണ് ശ്രീ വിഷ്ണുമായ. ഒരിക്കൽ പരമശിവൻ തന്റെ ഭൂതഗണങ്ങളുമായി ഭൂലോകത്ത് പള്ളിവേട്ടയാടിന് വരികയായിരുന്നു. അപ്പോൾ അവിടെയുള്ള മഹർഷിവര്യന്മാർക്കും ജനങ്ങൾക്കും നാശം വരുത്തി വെക്കുന്ന അസുരന്മാരെയും കാട്ടുമൃഗങ്ങളെയൊക്കെ ഭഗവാൻ നശിപ്പിച്ചു. ക്ഷീണത്താൽ കൂളിക്കുന്ന് എന്ന കാനനത്തിന്റെ അരികിലൂടെ കാട്ടാറിനെ സ്ഥാനം ചെയ്ത് വിശ്രമിക്കുമ്പോൾ കാട്ടാറിന്റെ ഒരു ഭാഗത്ത് അർദ്ധനഗ്നയായി നീരാടുന്ന കൂളിവാകിയെ എന്ന കാട്ടുസ്ത്രീയെ കാണാൻ ഇടയായി. അവരുടെ അംഗലാവണ്യത്താൽ ആകർഷ്ടനായ ഭഗവാൻ അവളുമായി രതിക്രീഡകൾ ചെയ്യണമെന്ന് തോന്നി. ഭഗവാൻ കൂളിവാകിയുടെ അരികിൽ ചെന്ന് തന്റെ ഇഹിതം അറിയിക്കുകയും ചെയ്തു. തന്റെ മുന്നിൽ നിൽക്കുന്ന പുരുഷനെ കണ്ട മാത്രയിൽ കൂളിവാകയ്ക്ക് ഭഗവാനെ മനസ്സിലാകുകയും താൻ ദിവസവും പൂജിക്കുന്ന ദേവി പാർവതി ദേവിയുടെ ഭർത്താവാണെന്ന് മനസ്സിലാക്കി ഭഗവാന്റെ ഇഹിതത്തിന് വഴങ്ങിയാൽ പാർവതി ദേവിയുടെ ശാപം ഏൽക്കേണ്ടി വരുമെന്നും കൂളിവാകയ്ക്ക് മനസ്സിലായി. ധർമ്മസങ്കടത്തിലായ കൂളിവാക ഭഗവാനോട് ഒരു കള്ളം പറഞ്ഞു. ഞാനിപ്പോൾ അശുദ്ധയാണ്. 7ാമത്തെ ദിവസം ഇവിടെ വന്ന് ഭഗവാന്റെ ആഗ്രഹം സാധിച്ചു കൊള്ളാമെന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട് ഭഗവാൻ തിരിച്ചു പോവുകയും ചെയ്തു. ഉടൻ തന്നെ കൂളിവാക പാർവതി ദേവിയെ പ്രാർത്ഥിച്ച് തന്റെ സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു. തന്റെ പരമഭക്തിയായ കൂളിവാകയ്ക്ക് വന്നതായ വിഷമങ്ങൾ മനസ്സിലാക്കിയ ദേവി കൂളിവാകയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ദേവി കൂളിവാകയോട് അരുൾ ചെയ്തു, കൂളിവാകേ, 7ാം ദിവസം നീ പറഞ്ഞ സ്ഥലത്ത് നിന്റെ വേഷത്തിൽ ഞാൻ ചെന്നുകൊള്ളാം. 7ാം ദിവസം കൂളിവാക പറഞ്ഞ സ്ഥലത്ത് പാർവതി ദേവി ചെല്ലുകയും ചെയ്തു. കൂളിവാകയാണെന്ന് കരുതി ഭഗവാൻ പാർവതി ദേവിയുമായി രതിക്രീഡയിൽ ഏർപ്പെടുകയും ചെയ്തു. തന്റെ ഭർത്താവ് തന്നെ കണ്ടാൽ തിരിച്ചറിയാതിരിക്കാൻ മായകൾ അവതരിപ്പിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെ പാർവതി ദേവി മനസ്സിൽ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ കൃപയാൽ പാർവതി ദേവിയെ പരമശിവന് തിരിച്ചറിയാൻ കഴിഞ്ഞതുമില്ല. രതിക്രീഡകൾക്ക് ശേഷം ഭഗവാൻ കൂളിവാകയോട് പറഞ്ഞു, എന്റെ ബീജത്തിൽ നിനക്ക് ഉത്തമനും ത്രിലോകങ്ങൾക്കും രക്ഷകനുമായ പുത്രൻ ജനിക്കും. ഉടൻ പാർവതി ദേവി ശിവബീജം 2 കനികളാക്കി നിക്ഷേപിക്കുകയും ഒരു കനി കാട്ടാറിന്റെ തീരത്ത് കുഴിച്ചിടുകയും മറ്റേ കനി കൂളിവാകയ്ക്ക് കൊടുക്കുകയും ചെയ്തു. നീ ഈ കനി കഴിച്ചാൽ നിനക്ക് ഉത്തമനായ പുത്രൻ ജനിക്കുമെന്ന് വരം കൊടുക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൂളിവാക ഗർഭിണിയാവുകയും പ്രസവ സമയത്ത് വേദനയാൽ വിഷമിക്കുകയായിരുന്നു. അപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് തന്റെ വയറ്റിൽ കിടക്കുന്ന ശിശുവിന് ഉടൻ പുറത്തു വരണമെന്ന് സങ്കടം അപേക്ഷിക്കുകയും ചെയ്തു. ഉടൻ തന്നെ മഹാവിഷ്ണുവിന്റെ മായയാൽ കൂളിവാകയ്ക്ക് ഒരു കുഞ്ഞു പിറക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പാർവതി ദേവി കുഴിച്ചിട്ട കനിയിൽ നിന്നും കനി പിളർന്നു 390 മായാ ചാത്തന്മാർ പിറക്കുകയും ചെയ്തു. കൂളിവാക തന്റെ മകനെ ചാത്തൻ എന്ന ഓമന പേരിട്ട് വിളിക്കുകയും ചെയ്തു. മറ്റു ചാത്തന്മാർക്കൊപ്പം വളർത്തുകയും ചെയ്തു. കൂളിവാക മകന് ആയുധാഭ്യാസങ്ങൾ പരിശീലിപ്പിക്കുകയും ആചാരപ്രകാരം പേരിടാൻ വേണ്ടിയിട്ട് കൈലാസത്തിലേക്ക് കൊണ്ടുചെന്നു. കൂളിവാകയെ കണ്ട മാത്രയിൽ പരിഭ്രമിച്ച ഭഗവാൻ പരമശിവൻ തന്റെ ഭൂതങ്ങളോട് വിളിച്ച് പാർവതി ദേവി കാണാതെ കൂളിവാകയെ കൊണ്ടുവരാൻ പറയുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം കാണുകയായിരുന്നു പാർവതി ദേവി. തന്റെ ശക്തിയിൽ പിറന്ന മകനെ കാണാൻ വരികയും ഭഗവാനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയും ദേവി ചെയ്തു. എല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീ പരമേശ്വരൻ തന്റെ മകനെ എടുത്ത് മടിയിലിരുത്തി ചരട് കെട്ടുകയും ചെയ്തു. വിഷ്ണുവിന്റെ മായയാൽ പിറന്ന നിനക്ക് വിഷ്ണുമായ എന്ന് പേര് വിളിക്കുകയും ചെയ്തു.
അതോടൊപ്പം തന്നെ പാർവതി ദേവി മകന് എല്ലാ വരങ്ങളും ശക്തികളും നൽകുകയും ചെയ്തു. ശത്രുക്കളെ നിഗ്രഹിക്കാൻ 3 ചാൺ നീളമുള്ള 2 കുറുവടി കൊടുക്കുകയും ചെയ്തു. കൈലാസത്തിന്റെ ഏറ്റവും വലിയ മഹിഷത്തെ പരമശിവൻ തന്റെ മകന് വാഹനമായി കൊടുക്കുകയും ചെയ്തു. 390 മായാചാത്തന്മാരെ വിളിച്ച് മകന്റെ കാര്യങ്ങൾ നോക്കുവാനും മായാചാത്തന്മാരെ രക്ഷകരായും അജ്ഞാനാവർത്തികളായും ഉണ്ടായിരിക്കണമെന്നും പറയുകയും കൽപ്പിക്കുകയും ചെയ്തു ഭഗവാൻ. സത്യധർമ്മ പരിപാലനത്തിനായി ഭൂലോകത്ത് നീ എപ്പോഴും ഉണ്ടാവണമെന്നും എല്ലാവരെയും രക്ഷിക്കണമെന്നും പറഞ്ഞ് വിഷ്ണുമായെ അനുഗ്രഹിച്ച് ഭഗവാൻ വിടുകയും ചെയ്തു. സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെ ഭഗവാൻ രക്ഷിക്കുകയും എന്നാൽ തിന്മകളും നീചകർമ്മങ്ങളും ചെയ്യുന്നവരെ ഭഗവാൻ ശിക്ഷിക്കുകയും ചെയ്യും. വിഷ്ണുമായ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തരെയും ഭഗവാൻ കൈവിടുകയില്ല. ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ എന്തു തന്നെ ആഗ്രഹമാണെങ്കിലും അത് സത്യസന്ധമാണെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹവും നടത്തി തരിക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.